മച്ചാന്മാരെ, അപ്പം നമ്മളിത് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പം എൻ്റെ ചേട്ടനാണ് ഇപ്പോൾ കളിക്കുന്നത്. സ്കൈ ബ്ലോക്ക് ആണ് കളിക്കാൻ പോകുന്നത്. അപ്പം ഇത് ഈ റിയൽ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 1 ആണിത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 3 അത് കയറുമ്പോൾ അങ്ങനെ ആവുന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തെല്ലാം കളയണം ഗൈസ്. എന്നിട്ട് എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിന്ന് 1 ബ്ലോക്ക് സീരീസ് ആയിട്ടാണ് സ്കൈ ബ്ലോക്ക് സീരീസ് 1 ബ്ലോക്ക് ഞാൻ ഇവന് കൊടുത്തു ഗൈസ്. ഇപ്പം 1 ബ്ലോക്ക് വേണ്ട, ഈ വേണമെങ്കിൽ കളിച്ചാൽ മതി 1 ബ്ലോക്ക്. 1 ബ്ലോക്ക് ആയിരിക്കും ഇനി നാളെ വരാൻ പോകുന്നത്. നാളെ 1 ബ്ലോക്കും മൈൻക്രാഫ്റ്റും സർവൈവലും CPM ചിലപ്പോഴേ ഇടത്തുള്ളൂ. CPM അധികം ഹൈപ്പ് കയറുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഡിലേ ചെയ്ത് നിൽക്കുന്നത്. ആലോചിക്കുക, CPM ഇടണോ വേണ്ടയോ എന്ന് അങ്ങനെ നിൽക്കുവാണ്. CPM കൊണ്ട് ഒരു ഗുണമില്ല ബ്രോ. അല്ല ഗൈസ്, കാരണം സത്യം പറയാമല്ല, CPM ഞാൻ അന്ന് ഇട്ടപ്പോൾ പോലും എനിക്ക് വലിയ റീച്ചും കാര്യങ്ങളൊന്നും കയറിയില്ല. FC മൊബൈൽ ഇട്ടപ്പോഴാണ് ഒന്ന് കയറിയത്. സത്യം പറയാമല്ല, FC മൊബൈലൊക്കെയാണ് ഈ ഫുട്ബോള് മൈൻക്രാഫ്റ്റ് അതൊക്കെയുള്ളൂ ഇപ്പം സ്കോപ്പ്. പിന്നെ മീറ്റപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആദ്യം ഇതിനകത്താണ് കയറുന്നത്. ഇത് ഞാൻ നേരത്തെ കയറിയായിരുന്നു. ഇതാണ് ഇതാകെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചേക്കുന്നതാണ്, ജസ്റ്റ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഇതാണ് ഗെയിമിംഗ് സെറ്റിങ്സ്. നമുക്ക് എന്തൊക്കെ ചെയ്യണം, നമുക്ക് ഈ ഇൻവെർട്ടർ ഒന്നും വേണ്ട. നമുക്കിത് നോർമൽ മതി ഗൈസ്, നോർമൽ ഇടാം. ഓക്കെ, നമുക്ക് ഇനി ഗെയിം ഡിഫിക്കൽട്ടി നമുക്കിപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മളിതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ GZ ഗെയിം. ഇതൊക്കെ നമുക്ക് പൊളിച്ചിട്ട് നമുക്ക് വോൾക്കാനോ ഇടാം. വോൾക്കാനോ 4455 ഇടാം. വോൾക്കാനോ 4455 ഇതാണപ്പം നമ്മുടെ ഇത് ഇങ്ങനെ സ്കൈ ബ്ലോക്കായിട്ട് സാമ്യമുള്ള സ്ഥലമല്ല, എന്നാലും എനിക്ക് കിട്ടിയത് വെച്ച് ഞാനിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 1 ബ്ലോക്ക് റിയൽ മൈൻക്രാഫ്റ്റിലല്ലോ എനിക്ക്. അല്ല മറ്റേതിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അൺബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് ഞാനായിരിക്കും ഇനി തൊട്ട് 1 ബ്ലോക്ക് സീരീസ് 3 അല്ലേ നീ വരാൻ പോകുന്നത്? അല്ലേ, ആദ്യം തൊട്ട് കളിക്കും. അപ്പം ആദ്യം തൊട്ട് ഇനി ഞാനായിരിക്കും സ്കൈ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. സ്കൈ ബ്ലോക്ക് അല്ല, 1 ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തെറ്റിപ്പോവും. 1 ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 ബ്ലോക്ക് ഒരു ദിവസം അല്ല, ഞാനിപ്പം നാളെ ഞാൻ 1 ബ്ലോക്ക് ഇടും. ചിലപ്പോൾ ഞാൻ പിന്നെ മറ്റന്നാളായിരിക്കും 1 ബ്ലോക്ക് ഇടുന്നത്. അങ്ങനെ ആയിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ബയോമ്. അറിയാമായിരിക്കും, അപ്പുറത്ത് ബോട്ടിലൊക്കെ ഉണ്ട്. ഇങ്ങനെല്ലാം തോന്നുന്നു ശരിക്കും. എന്തായാലും നമുക്ക് ഉള്ളത് കിട്ടിയത് വെച്ച് നമ്മൾ ഇനി എപ്പിസോഡ് ഇട്ടിട്ട് പോകും. ഷൾക്കർ ബോക്സ് ഉണ്ട്, നമുക്കിത് പൊട്ടിക്കാൻ തുടങ്ങാം. എന്നിട്ട് നമുക്ക് ഇത് ചെയ്യണം, വുഡും അതൊക്കെ ചെയ്യണം. ഇത് ഞാനിപ്പോൾ ഗൈസ് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുവാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് പൊട്ടിക്കാം. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കണം നമുക്ക്. എന്നിട്ട് അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കണം. അത് വെച്ചാൽ കഴിച്ച് ചിലപ്പോൾ നമുക്ക് സാപ്ലിംഗ് ഒക്കെ വീഴുമ്പോൾ ചിലപ്പോൾ താഴെ വീഴും. അയ്യോ, ഞാൻ ഷൾക്കർ ബോക്സ് നോക്കിയതാണ്, പക്ഷേ അതവിടെ കുടുങ്ങിപ്പോയി. നമുക്ക് ഷൾക്കർ ബോക്സിനകത്ത് ആ ബുക്ക് നമ്മുടെ സ്കൈ ബ്ലോക്കിൻ്റെ ബുക്കാണ്. അതുകൊണ്ട് നമുക്കത് ആവശ്യം വരും. അതൊക്കെ വെച്ചേക്കാം. നമുക്കിനി ഇതും കൊണ്ട് നമുക്ക് എന്തോന്ന് സാക്കർ ബ്ലോക്ക് എന്തോ സംഭവം, ഷൾക്കർ ബോക്സ് അതൊരു ചെസ്റ്റാ. ഒരു സാധനം കയറ്റാൻ പറ്റത്തുള്ളൂ. ഒന്ന് പോരാ, അതിനകത്ത് എല്ലാ സാധനങ്ങളും കയറ്റാം, ചെസ്റ്റ് പോലെ തന്നെ. നമുക്കപ്പം എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. നമുക്ക് ഇതിനെ മണ്ടയാക്കാം. നമ്മുടെ ഇത് ചെസ്റ്റ് അല്ലല്ലോ, ക്രാഫ്റ്റിംഗ് ടേബിൾ. ടൂൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് സോഡും ഇതും ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് ഇത് ഓൾറെഡി നമുക്ക് തരുന്ന ഗൈസ്. ഇവിടെ ഓൾറെഡി നമുക്ക് തരും കോബിൾ സ്റ്റോൺ ജനറേറ്ററായിട്ട്. ഗൈസ് നമുക്ക് ഒന്നുപോലും കിട്ടുന്നില്ല, അതറിയോ? നമുക്കൊന്നുപോലും കിട്ടുന്നില്ല. അത് അടിയെല്ലാം കിടപ്പം, നമുക്കത് നിന്ന് എടുക്കാം. ഓക്കെ, നമ്മളത് എടുത്തിട്ടുണ്ട്. അപ്പം ഓക്കെ, വെള്ളത്തിൽ കിടന്ന് പൊട്ടിക്കാൻ പറ്റത്തില്ല, അത് പയ്യെ പൊട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യണ്ട. അപ്പം നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ,
നമുക്ക് ഇപ്പം എന്താ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റാത്ത ഓ ഗൈസ് നമുക്ക് വുഡില്ല വുഡ് ഈ സ്റ്റിക്കില്ല ഓക്കെ നമുക്ക് അപ്പം പൊട്ടിക്കാം പൊട്ടിച്ചിച്ചിരി ഇച്ചിരി ബ്ലോക്കായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ് അപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കുവാണ് രാത്രിയൊക്കെ ആയി ഗൈസ് എന്നിട്ട് നമുക്ക് 11 ഉള്ളൂ നമ്മൾ അതെന്തുവാ ബയോമോ മേളിൽ അല്ല ഗൈസ് തെറ്റിപ്പോയി നമുക്ക് അത് ക്ലൗഡായിരുന്നു നേരത്തെ ബയോമായിരിക്കുന്നു ഓക്കെ ഗൈസ് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യും നമുക്ക് ഇപ്പം ഇച്ചിരി ബ്ലോക്ക് എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം നമ്മുടെ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ഓടുന്ന സമയത്ത് എങ്ങനെ താഴെ വീണെന്ന് ചെയ്യും ഇങ്ങനെയുള്ളൊരു ഫീച്ചർ ഉള്ളതുകൊണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ഇന്ന് എന്താ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളിനി ഓടിച്ചാടി നടക്കുവാണെങ്കിൽ വീഴും താറയിൽ നമുക്ക് ഇനി ഒരു ഇച്ചിരി കൂട്ടണം ഗൈസ് എന്നിട്ട് നമുക്ക് നമ്മുടെ അപ്പുറത്തെ ബയോമിലോട്ടൊന്ന് പോകണം നമുക്കൊന്ന് പോകണം നമ്മളെ കാണിച്ച് അവിടെ ഒരു വില്ലേജൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അവിടുത്തെ ആ വില്ലേജിൽ നമുക്കൊന്ന് പോകണം വില്ലേജ് അല്ല അത് ഒരു ഷോപ്പിംഗ് മാളാണത് അതൊരു ഷോപ്പിംഗ് മാളാണ് ഞാൻ അടിയിലൊരു ബ്ലോക്ക് വെച്ചു ഗൈസ് അപ്പോൾ എനിക്ക് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടിയിലൊരു ബ്ലോക്ക് വെച്ചത് ഇനി ഞാൻ ലാവ ഇപ്പം വീണേനെ ഇപ്പം എല്ലാം അങ്ങ് തീർന്നേനെ ഗൈസ് എന്തോ കാണിക്കുന്നേ ചാടിക്കൊണ്ട് ചെയ്താലും നടക്കുകയൊക്കെ ചെയ്യും പക്ഷേ ചാടിക്കൊണ്ട് നമ്മുടെ ഹങ്കർ കുറയും ഇപ്പം ചത്തേനെ അപ്പോൾ ഇപ്പോൾ സോക്കെടുത്ത് ചത്തേനെ എല്ലാം തീർന്ന് കിട്ടിയേനെ ഇത്രയും നേരം ചെയ്തൊക്കെ ഞങ്ങൾ തീർന്നും കിട്ടിയേനെ പിന്നെ ഇന്ന് CPM വരുമായിരിക്കും കാരണം CPM ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ കാര്യമല്ല ഞാൻ തൊട്ടിട്ടില്ല റിയൽ മൈൻക്രാഫ്റ്റ് കയറ്റിയ പിന്നെ ബ്രോ ഞാൻ അതിൻ്റെ അകത്ത് ഫെറ്റ് കിടക്കുക കാരണം വന്ന് സ്കൂളിൽ നിന്ന് കയറിയപ്പോഴേ ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ സങ്കട വാർത്തയുണ്ട് ഞാൻ അറിയാതെ ചത്തു എൻ്റെ സാധനങ്ങളെല്ലാം പോയി പക്ഷേ ആ സാധനങ്ങൾ എവിടെ കിടക്കുന്നത് എനിക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുമെങ്കിൽ കിട്ടും ഇവിടെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ കയ്യിൽ കണ്ടോ ഇപ്പോൾ 17 നമുക്കൊരു 22 ആക്കിയാൽ കൊള്ളായിരുന്നു 22 ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാമായിരുന്നു ഇതാണെങ്കിൽ ഇച്ചിരി പെട്ടെന്ന് കിട്ടും മറ്റേതാണെങ്കിൽ ഇച്ചിരി സമയം എടുക്കും നമ്മുടെ വുഡൻ പിക്കാക്സ് ഇപ്പോൾ തന്നെ പൊട്ടും ആ കുഴപ്പമങ്ങ് തീർന്ന് കിട്ടും 22 ആയി നമുക്കിനി അത് വെച്ച് ബ്ലോക്ക് ഉണ്ടാക്കാം ഗൈസ് എന്നിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം ഞാനിന്ന് മൈൻക്രാഫ്റ്റ് വീഡിയോ ഞാൻ വൈൻഡപ്പൊക്കെ ചെയ്തു എന്നിട്ട് ജസ്റ്റ് നോക്കിയപ്പം വീഡിയോ റെക്കോർഡ് ചെയ്തു പക്ഷേ മൈക്രോഫോൺ ഉണക്കാൻ മറന്നുപോയി അതിൻ്റെ കൂടെ ഞാൻ പോയി തീരുകയും ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആദ്യം വുഡ് കളക്ട് ചെയ്ത് മറ്റേ ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന സാധനം ഉണ്ടാക്കിയിട്ട് മറ്റേ സ്റ്റോണെല്ലാം കണക്ട് ചെയ്ത് അതും ചെയ്തിട്ട് വേണം ഇനി ഇതൊക്കെ ചെയ്യാൻ ബ്രോ ഞാൻ സത്യം എനിക്ക് ചെസ്റ്റും കൂടെ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരുന്നു കാരണം എനിക്ക് ചെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് കുറേ ചെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് പക്ഷെ എന്നാലും ഗായ്സ് ഞാൻ എന്ത് അടിപൊളിയാക്കി എനിക്കിനി ഡയമണ്ടോ ഗോൾഡോ എല്ലാം കിട്ടുവാണെങ്കിൽ അതിൻ്റെയൊക്കെ ഇത് ചെയ്യണം വെപ്പൺസ് ഇതൊക്കെ ചെയ്യണം ഗൈസ് അപ്പോൾ നമുക്ക് അപ്പുറത്തെ ബയോമിലോട്ടെല്ലാ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് പോവാം നമുക്ക് 41 ഞാൻ അവിടെ എടുത്ത് വെച്ചു സൈഡിൽ എടുത്ത് വെച്ചു ഗൈസ് അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് ഇനി വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അപ്പുറത്തെ ബയോമിലേക്ക് എത്തിയിരിക്കുവാണ് അവിടെ ഒരു ചെസ്റ്റ് ഉണ്ട് ഗൈസ് നമ്മളിപ്പോൾ ഒന്ന് അങ്ങോട്ടൊന്ന് പോയിട്ട് ഇച്ചിരി കൂടെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് വരാനാണ് എൻ്റെ ഒരു ഇത് സ്വല്പം ഇതും കൂടെ ഉണ്ടാക്കാം നമുക്ക് ഇത് ഒരു 10 മതിയായിരിക്കും ഒരു 10 മതിയായിരിക്കും ഗൈസ് നമ്മളിനി ഞാനിപ്പോൾ ഒന്ന് പറയാൻ വേണ്ടി എടുത്താണ് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് എന്തോ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യണം ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് വേർ ഈസ് ദ ബോണോ ഇതിവിടെ നിന്ന് ബോൺ ഉണ്ടാക്കാൻ ഇനി ഞാൻ ഇവിടെ നിന്ന് ഒരുത്തൻ ഒളിച്ചിരിക്കുന്നു ഗൈസ് ഇവനെയും കൊണ്ട് നമുക്ക് ഇനി അത്യാവശ്യം വരും ഇവനെയും കൊണ്ട് നമുക്കിനി പോകാൻ അങ്ങോട്ടൊന്നും പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കാരണം
ഇവൻ താഴെ വീഴും. നമ്മൾ ലീശൊക്കെ വെച്ച് പോവാണെങ്കിൽ നമ്മൾ താഴെ വീഴും. നമുക്ക് ഇവിടെ തന്നെ നമുക്കിനി ഷിയറൊക്കെ ഉണ്ടാക്കി സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ചെസ്റ്റ് തുറക്കാനുള്ള പരിപാടിക്കായിരിക്കും. എനിക്കറിയത്തില്ല, ആണിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് തുറക്കാനുള്ള പരിപാടിക്കാന്ന് തോന്നുന്നു. ചെസ്റ്റ് തുറക്കാനുള്ള പരിപാടിക്കാണ്. അപ്പം ചെസ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ഞാൻ പോയിന്റ് ഇട്ട് കളിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും ഒന്നും പറയില്ല. അത് ഞാൻ പെട്ടെന്നോട്ടൊന്ന് ചത്തോണ്ടിരിക്കുന്നത്. അത് നമ്മൾ ചെസ്റ്റ് ഇതൊക്കെയാണ് ചെസ്റ്റിൽ. എൻ്റെ മോനെ കൊള്ളാം, നല്ല ലൂട്ടുണ്ട്, എൻജാനിങ് ടേബിളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഈ ചെസ്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ടങ്ങ് പോയേക്കാം. ഫ്രീ അല്ലേ, എല്ലാം ഫ്രീ അല്ലേ, നമ്മൾ എല്ലാം സൗജന്യമായിട്ട് കിട്ടുമ്പോൾ നമ്മളെല്ലാം സൗജന്യമായിട്ട് എടുക്കണം ഗൈസ്. അവിടെ വില്ലേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അവിടെ തോന്നുന്നുണ്ട്, പക്ഷേ അതിനകത്ത് വില്ലേജേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഷോപ്പായിരിക്കും അല്ലേ? കാരണം സ്കൈ ബ്ലോക്കിലൊക്കെ ചില സമയത്ത് ഞാൻ ഒരു ദിവസം ഡ്യൂപ്ലിക്കേറ്റ് കളിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ചേട്ടൻ തന്നെ എനിക്ക് എടുത്തു തന്നാണ് ഡ്യൂപ്ലിക്കേറ്റ് കളിച്ചപ്പം. ഡ്യൂപ്ലിക്കേറ്റ് മൈൻക്രാഫ്റ്റ് കളിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട് ഇതുപോലെ ഷോപ്പും കുന്തമൊക്കെ. എന്തോ ഷോപ്പ് പോലെ സംഭവമുണ്ട് ഇതുപോലെ, വില്ലേജറിൻ്റെ വീട് പോലെ. അതായിരിക്കാനാണ് ചാൻസ് കൂടുതലും. നമുക്ക് ഇവിടെ നിന്ന് മൂടാം കേട്ടോ, ഇച്ചിരി സേഫായിട്ട് നമുക്ക് ഇരിക്കാൻ. അല്ലെ നമ്മൾ നേരെ ഞാൻ മുമ്പേ അതിനകത്ത് കയറി ചത്തു ഗൈസ്. അതാണ് ചെറിയൊരു പ്രശ്നമായത്. ഇത് പിന്നെ നമുക്ക് എടുത്തേക്കാം ഗൈസ്. ഇപ്പം നമ്മളെ ഇതൊക്കെ ആയില്ലേ, അവിടെ നമുക്കിതൊക്കെ ഇങ്ങ് എടുത്തേക്കാം. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കുക ഗൈസ്. ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഒക്കെ നമുക്ക് ഒന്നൊന്ന് എടുത്ത് സെറ്റാക്കാം. ഓക്കെ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ടേ ഒരു വുഡും കൂടെ നമുക്കൊന്ന് എടുത്തിട്ട് വരാം. എന്തോന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാതെ ഒരു വുഡ് നമുക്ക് എടുത്തിട്ട് പോവാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലോ, എന്താ എനിക്ക് തോന്നുന്നത്. അപ്പം മിക്കവാറും നമ്മൾ ഈ സ്കൈ ബ്ലോക്ക് സീരീസ് നമ്മൾ എല്ലാ ദിവസവും ഇടുന്നതായിരിക്കും. ഇതും FC ഇടുന്നതായിരിക്കും. FCയും ഇതും നമ്മൾ എല്ലാ ദിവസവും ഇടുന്നതായിരിക്കും. സത്യം പറയാല എനിക്ക് CPMൽ കാർ പാർക്കിംഗ് പ്രതീക്ഷയൊന്നുമില്ല. അത് വെറുതെ പിന്നെ മൾട്ടിപ്പിൾ കളിക്കുമ്പോൾ ചെറിയൊരു ഇതേ ഉള്ളൂ. ഇത് കേറുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഗ്രാനി ഇടുന്നതായിരിക്കും. ഞാൻ ഇന്ന് ഒരു ഗീവ് അവേ ചെയ്യാനുള്ള പരിപാടിക്കാണ്. വണ്ടി നിങ്ങളാരെങ്കിലും കണ്ടതല്ലേ ഗൈസ്? നിങ്ങളൊന്ന് നിങ്ങൾ CPM കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഡി തരുവാണെങ്കിൽ ഞാൻ ക്യാഷും ഒരു എല്ലാവർക്കും അതല്ല CPM ഇടുന്ന ആ വീഡിയോയ്ക്ക് ലൈക്ക് കൂടുതലും വ്യൂസ് കൂടുതലും ആണെങ്കിൽ എന്തോരം ആൾക്കാരല്ല ലൈക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 10 പേർക്ക് നമ്മൾ ഒരു ഇത് കൊടുക്കുന്നതായിരിക്കും. എന്തോ കൊടുക്കണം? ആദ്യത്തെ 10 പേര്. ആദ്യത്തെ 10 പേർക്ക് നമുക്ക് CPM തന്നെ കിഡിലൻ കാർ ഞാൻ മോഡിഫൈ ചെയ്ത് 10 വണ്ടിയും കൊടുക്കാം. നമുക്ക് വാങ്ങിക്കാം. നമുക്കൊരു വിഷയമുള്ള കാര്യം നമ്മൾ പൊട്ടിച്ചെറിയും. പൊട്ടിച്ചെറിയുന്നതായിരിക്കും. പോയാലല്ല നമുക്ക് ക്യാഷ് കൊടുക്കാം. 10 ലക്ഷം രൂപ വെച്ചുള്ള ആദ്യത്തെ 10 പേർക്ക് 10 ലക്ഷം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. രണ്ടാമത്തെ 10 പേര് നിങ്ങൾ കമന്റ് ചെയ്യും, എന്നാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യണം. ആദ്യത്തെ 10 പേര് ഞങ്ങൾ സെലക്ട് ചെയ്യും. സബ്സ്ക്രൈബേഴ്സ് ആവണം, എന്നാലേ ഉള്ളൂ. ലൈക്ക് ചെയ്താൽ ഒന്നും ഞാൻ തരത്തില്ല. സബ്സ്ക്രൈബും കമന്റും ലൈക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പേർക്ക് 10 ലക്ഷം ആയിരിക്കും ഞങ്ങൾ തരാൻ പോകുന്നത്. അപ്പൊ ലൈക്ക് മാത്രം ചെയ്യുന്നവർക്ക് എന്തുവാ 2 ലക്ഷം രൂപ തരത്തുള്ളൂ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പൈസ ഉള്ളൂ കേട്ടോ. CPM കളിക്കുന്നവരാണെങ്കിൽ അല്ല ഒന്നും വിഷയമില്ല, നമുക്ക് എല്ലാ സാരമില്ലടേ. അപ്പൊ ഗായ്സ് അത് വേണ്ടെന്ന് വെച്ചു. കാരണം വെറുതെ ഒരു 10 പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എത്ര ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കണം, അതറിയാം. അപ്പൊ എല്ലാം ലൈക്ക് ചെയ്തിട്ട് പോകും. സബ്സ്ക്രൈബ് ചെയ്യുന്ന 50 സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഇപ്പം നമ്മൾ 20 30 പേർക്ക് നമ്മൾ പൈസ കൊടുക്കും. 30 പേർക്ക് 10 ലക്ഷം രൂപ വെച്ചോ കൊടുക്കാനുണ്ടോ? 30 പേർക്ക്. പിന്നെ എൻ്റെ ആപ്പാടെ 4 മില്യണേ അല്ല. കാർ പാർക്കിംഗ് കളിക്കുന്നവരല്ലെങ്കിലോ നിങ്ങൾ കാർപ്പാലയും കളിച്ചാൽ മാത്രമേ നിങ്ങൾ കാർപ്പാലയും കളിക്കുന്ന ആൾക്കാരാണ് നമ്മളെ സബ്സ്ക്രൈബും. 10 ലക്ഷം രൂപ വേണ്ട, എൻ്റെ ബഡ്ജറ്റ് ഇപ്പം തന്നെ ഞാൻ ഇപ്പം വണ്ടി ഒന്നും സെയിൽ പോലും പോകുന്നില്ല. അപ്പം ഗായ്സ് സോറി, ഒരു 5 ലക്ഷം രൂപ പറ്റത്തുള്ളൂ. അല്ലേ ഗായ്സ്, നമുക്ക് 10 പേർക്ക് വണ്ടി കൊടുക്കാം. 10 പേർക്ക് വണ്ടി
വല്ലതും ഈ സെയിലിന് വല്ലതും നല്ല വണ്ടി വല്ലതും വിലക്കുറവിൽ 10 ലക്ഷം രൂപയ്ക്ക് ഒരു ലംബോർഗിനി അങ്ങനത്തെ വല്ലതും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് സൗജന്യം എടുത്ത് തരുന്നതായിരിക്കും. പക്ഷെ CPM കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ID താഴെ കമൻറ്റ് ചെയ്തിരിക്കണം, ഇന്ന ആളുടെ പേരാണ്, എന്നിട്ട് അങ്ങനെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പം നമ്മളപ്പം വിഷയത്തിൽ തന്നെ മാറുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ നമ്മൾ ഒരു സ്റ്റാക്ക് ആവാറായി, കുഴിച്ച് ഗൈസ്. നമ്മൾ ഇനി സ്റ്റാക്കായിട്ട് നമ്മുടെ ഷോപ്പിംഗ് മാളാണെന്നോ ഇവനൊക്കെ അങ്ങനെയൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഷോപ്പിംഗ് മാൾ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് മാളാണോ വില്ലേജ് ആണോ നമുക്ക് കണ്ടറിയാം. അപ്പം അവിടെ ചെന്നിട്ട് ഞാൻ ID എല്ലാവരും എഴുതി ഇടുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ID എഴുതാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരും ID ഇടുക. അപ്പം ഓക്കെ, നമ്മൾ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഷോപ്പിംഗ് മാൾ. ഈ ഷോപ്പിംഗ് മാളാണ് പറഞ്ഞത് സത്യമാണ് ഗൈസ്. ഷോപ്പിംഗ് മാളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് അറിയത്തില്ലെങ്കിലും എനിക്കറിയാം ചെറുതായിട്ട്. ഇതൊരു ഫാമാണ് ഗൈസ്. നമുക്കിനി ഇത് വലിയ ഫാം ആക്കണം. അപ്പുറത്ത് എൻ്റെ പോർട്ടലൊക്കെ ഉണ്ട്. നമുക്കിനി അവിടെ പോകണം. നമുക്കിനി അവിടെ നിന്ന് പോയാൽ നമുക്ക് ആദ്യം ഷോപ്പിലൊന്ന് കയറാം. ഓക്കെ, ഷോപ്പിൽ കയറിയിട്ടുണ്ട്. എന്തൊക്കെ എഴുതിയേക്കുന്നേ? സെല്ലിങ് സെക്ഷൻ, ബൈയിങ് സെക്ഷൻ, അറിയത്തില്ല. പഞ്ചപാവം. അപ്പം നമ്മൾ ബൈയിങ് സെക്ഷനിലോട്ട് നമ്മൾ കയറി. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കാണിച്ച് പൊട്ടിക്കുക. പിന്നെ എൻ്റെ കൂട്ടുകാരനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ പേര് മൈനിങ് ട്രേഡിങ് MC എന്നാണ്. അപ്പം അവനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാരണം അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം അവൻ എൻ്റെ എല്ലാത്തിനൊക്കെ ചില കാര്യത്തിനൊക്കെ എൻ്റെ അടുത്ത് കട്ട സപ്പോർട്ട്. അപ്പോൾ നമ്മളൊരു ഗ്രാസ് ബ്ലോക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അതിന് ഓരോ പൈസ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലെയർ കോയിൻ എത്ര നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. 910 20 എങ്ങാണ്ടാണ്. നമുക്ക് ഇനി നമുക്ക് എന്തൊക്കെയുണ്ട്? മോർ ലൂട്ടിങ് സെക്ഷൻ, മോബ് ഫാമിംഗ് സെക്ഷൻ. നമുക്ക് ടൂൾസിൽ പോവാം. ടൂൾസിൽ ഇതൊക്കെയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ എലേറ്റർ ഉണ്ട് ഗൈസ്. ഷീൽഡ്, സ്പിയർ ഗൈസ്, എലേറ്റർ ഉണ്ട് കേട്ടോ. പറങ്ങുന്ന സാധനല്ലേ? നമുക്ക് വാങ്ങിക്കണോ? നമുക്കത് കിട്ടുമോ? കിട്ടുമോ? നമുക്ക് വാങ്ങണം, പക്ഷെ ഭയങ്കര പൈസയാണ് അതിന്. ഞാൻ എലേറ്ററാക്കോ? നമുക്ക് 10 കിട്ടും കഴിച്ച്. ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഗുണമില്ല, വേണ്ട എനിക്ക്. 100 രൂപയാണ് ഇവർ ചോദിക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സംഭവമല്ല. അതെ എലേട്ര. എൻ്റെ പൈസ എത്ര? 15,000. അയ്യോ ഗൈസ്. അപ്പോൾ നമ്മൾ എങ്ങനെ പൈസ നമ്മൾ വിറ്റ് പൈസ ഉണ്ടാക്കണം. എന്താണ്? നമ്മൾ വിറ്റ് പൈസ ഉണ്ടാക്കണം. എന്താ വിറ്റാൽ? നമ്മുടെ സാധനങ്ങൾ സെല്ലിങ് സെക്ഷനില്ലേ, ഞാൻ പറഞ്ഞില്ലേ സെല്ലിങ് സെക്ഷന്, അവിടെ നമ്മൾ പോകണം ഗൈസ്. ഇതിപ്പോൾ നിങ്ങളൊക്കെ എല്ലാം കണ്ടു കാണും. അപ്പം നമുക്കിനി വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് ഇച്ചിരി കട്ട് ചെയ്ത് വിട്ടാൽ 33 മിനിറ്റ് ഉണ്ട്. ഞാനിപ്പോൾ 28 മിനിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ പറയും കുറേ കട്ടിങ് ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇതും കൂടെ നോക്കിയിട്ട് നമുക്ക് എല്ലാം കട്ട് ചെയ്ത് നമ്മുടെ അവിടെ വരെ പോകുന്നിടം വരെ നമുക്ക് എത്തിക്കാം ഗൈസ്. ഇതൊക്കെ നമ്മുടെ എൻ്റർപേൾ അതിനകത്ത് ഭയങ്കര പൈസയാണ്. ഡയമണ്ട് 100 രൂപ ഗൈസ്. നമ്മളിനി ഇത് 3 വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബെഡൊക്കെ ഉണ്ടാക്കി നമുക്ക് അങ്ങ് തീർക്കാം. ഓക്കെ, ബാക്ക് ടു ഷോപ്പ്. നമുക്കിനി സെല്ലിങ് ഏരിയ ഇതുപോലെ തന്നെയാണ്. നമുക്ക് കാര്യങ്ങൾ സെല്ല് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മുടെ കൈ ഇരിക്കുന്ന സെല്ല് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ താഴോട്ട് പോകുന്നേ. സ്പീഡോ? ഗൈസ്, ഞാൻ വിചാരിച്ചു ഞാൻ താഴോട്ട് പോവാന്ന്. ഞാൻ പേടിച്ചു പോയി. ഇത് പഴയ പോലെ തന്നെ സെല്ലിങ് സെക്ഷൻ പോലെ തന്നെ, അത്രേ ഉള്ളൂ. ഇത് സെല്ല് ചെയ്യുന്ന അതത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളപ്പോൾ എത്തിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, 64 എന്ത് അത് 64 എൻ്റർ ചെസ്റ്റ് ഗൈസ്. നമ്മൾ രാത്രിയായി മോബ് ഒന്ന് സ്പോൺ ആകുന്നത് നമ്മൾ വിചാരിക്കുന്നു ഗൈസ്. പക്ഷെ സ്പോൺ ആയിട്ടുണ്ടെങ്കിൽ ആവും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മളെല്ലാം ചെയ്ത് ഇതിനകത്ത് ചാടി നമുക്ക് വെട്ടിയില്ല അതിനെ ഡ്രാഗണെ. എൻ്റെ വീഡിയോയ്ക്കകത്തൊന്നും ലൈക്കില്ല.
എന്തോ ഗൈസ് ഇവൻ്റെ വീഡിയോ കൂടി ലൈക്ക് ചെയ്യണം ഗൈസ് പ്ലീസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. 6 വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇപ്പോൾ വീണേന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമില്ല. ചാനൽ സബ്സ്ക്രൈബ് പ്ലീസ്. ഓക്കെ നമുക്ക് ഞാൻ ഇപ്പോഴൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യണം ഗൈസ്. അത് നമ്മുടെ മാന്യതയാണ്. അല്ലാതെ ഞാൻ ചെയ്യില്ലെന്ന് നമ്മൾ പറയത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. കാരണം അത് കാരണം ഞങ്ങളും കുറെ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത. M4 പ്രത്യേകിച്ച് M4 പറയും ഇഷ്ടപ്പെടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒറ്റ മൈൻഡിൽ നമ്മളങ്ങ് ചെയ്തേക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷെ ഞങ്ങൾ ഇതുമായിട്ട് M4 ചെയ്തിട്ടില്ല കേട്ടോ. M4 ചെയ്തിട്ടില്ല. ഞാൻ ഷോർട്സ് കുറെ ഹിന്ദിക്കാരുടെ കുറെ ഷോർട്സ് ടീയക്കുട്ടി കേക്കല്ലേ എനിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സോറി ഗൈസ്, ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തോണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അവൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവിടെ ആ പെണ്ണാണെങ്കിൽ അവൾ ഈ വീഡിയോ അടി അത് കമന്റ് ചെയ്യും. നീ ഏതാന്ന് അവൾ അയച്ചു കഴിഞ്ഞ കൊള്ളായിരിക്കും മോളെ. ഞാൻ എന്തായാലും ഒരു റിപ്ലൈ തന്നിരിക്കും അതിനുള്ള. ഗൈസ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സോറി ഗൈസ്, സോറി. പക്ഷെ ഞങ്ങൾക്ക് അവിടെ കണ്ണെടുത്ത് കാരണം എൻ്റെ അമ്മേ കേക്ക് എനിക്ക് ദേഷ്യം കയറും. എങ്ങനെ വിളിക്കുന്ന ടീയക്കുട്ടി റോട്ടിലൊക്കെ ചെന്നിട്ട് ടീയക്കുട്ടി എന്താ ഇത് കേക്ക് എടുത്തിട്ട് കുത്താൻ തോന്നും. സോറി, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും. പക്ഷെ ഞങ്ങൾക്ക് അവളെ കണ്ണെടുത്ത കണ്ണിന്റെ മുന്നിൽ കിട്ടി ഞാൻ അടിച്ച് ഞങ്ങൾ വരുത്തി കൊടുക്കും. ടീയക്കുട്ടി എന്ന് പറഞ്ഞൊരുമാതിരി പുറകെ നടന്ന് ശല്യപ്പെടുത്തി ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് സ്വഭാവമാണ്. കിട്ടിക്കഴിഞ്ഞാൽ അവളെ മോന്തടിക്കാൻ പോലും. പക്ഷേ ടീയക്കുട്ടി എന്ന് പറഞ്ഞാൽ ചാവുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ടീയക്കുട്ടി ചത്തു കൂടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. അല്ല അവര് കാണുവാണില്ല, നിങ്ങളോട് അവര് കാണുന്നില്ല. നമ്മൾ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ഇങ്ങനെ അവർക്ക് ഇഷ്ടമാണെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. ഞങ്ങളിപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല. അല്ല അൺസബ്സ്ക്രൈബ് ചെയ്തു, ഒരു കുഴപ്പമില്ല. അത് നിങ്ങളുടെ ചോയ്സ്, അത് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. തുടങ്ങിയത് അല്ല ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. അത് റിയലാണ്, അത് സത്യമാണ്. എനിക്ക് ഇഷ്ടമല്ല അവളെ. അത് ചില സമയത്ത് അവളെ ഇങ്ങനെ കുട്ടി വിളി കേൾക്കുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഷീപ്പിനെ നമുക്ക് ഇതിനകത്ത് ലോക്ക് ആക്കണം ഗൈസ്. നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നതേ ഉള്ളൂ, നമ്മൾ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഇതിനകത്ത്. നമുക്ക് നമ്മൾ ലൈക്ക് നമുക്ക് തീരുവാന്നുള്ളൊരു ബോധമില്ല ആൾക്ക്. എൻ്റെ തീർന്നുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ നാളെ എന്തായാലും നമ്മുടെ 2ാം സീരീസ് ആയിട്ട് വരും ഗൈസ്. അത് എന്തായാലും സീരീസ് 5 അല്ലേ എന്തോന്ന് നാളത്തെ സീരീസ് 5ഓ? ഇതിപ്പോൾ എത്രാമത്തെയാ? ഇപ്പം ഞാൻ ഇന്നിട്ടേക്കുന്നു 4ാമത്തെ. അപ്പം അടുത്തത് നാളത്തെ 5. നാളെ മിക്കവാറും ചിലപ്പോൾ CPM മാറ്റി ഇതിൻ്റെ തന്നെ വരുമായിരിക്കും. ഏത് സീരീസ് 6 അല്ല വേണ്ട, നമുക്ക് മറ്റേ വേണ്ട. അപ്പോൾ എന്തായാലും എൻ്റെ മൈനിങ് സീരീസ് എന്തായാലും എനിക്ക് ഇനി കാണും. നമ്മുടെ ലക്ഷ്യം എനിക്ക് എങ്ങനെയും നെതറി പോവുക, എൻഡർനാഗിനെ കൊല്ലുക. എനിക്ക് പറ്റത്തില്ല, എന്തായാലും എനിക്കറിയാം. എൻ്റെ ചേട്ടൻ്റെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുമായിരിക്കും ഗൈസ്. നമ്മൾ വിശുദ്ധ തന്നെ പറഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാൻ മിണ്ടായിരിക്കണം ഗൈസ്. മിണ്ടായിരിക്കണം. നമുക്ക് സ്ലാബ് എടുത്തിട്ട് നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് മൾട്ടിപ്ലെയർ കളിച്ചെന്നൊക്കെ സൈൻ ചെയ്യണം. പക്ഷെ സൈൻ ചെയ്യുന്ന വള്ളി ഭയങ്കര വള്ളിയാണ്. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ വിളിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. എന്താടാ മൾട്ടിപ്ലെയർ പോയി. ഇന്നും ഞാൻ സ്കൂളിൽ പോകാൻ പറഞ്ഞു ഈ മൾട്ടിപ്ലെയർ പോയി. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല. അപ്പോൾ മൾട്ടിപ്ലെയർ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വാ, നമുക്ക് എൻഡർഡ്രാഗനൊക്കെ എല്ലാം പോവാം. എൻഡർഡ്രാഗനൊക്കെ എല്ലാം പോവാ. നീ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, നീ അത് നോക്കി ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നില്ല ചെയ്യുമെന്ന്. ഇല്ല, ഞങ്ങൾ നോക്കും പറ്റുന്ന. ഇവൻ ചെയ്യാതിരിക്കുന്ന എനിക്കൊരു വിശ്വാസക്കുറവ്. അല്ല, ഞാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. എന്നാലും ഞാനത് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് പോകാൻ പറ്റില്ലേ? പിന്നെ പോകാൻ പറ്റും. ഒരാഴ്ചത്തെ കൂടുതൽ പോകാൻ പറ്റില്ലേ? പക്ഷേ ഭയങ്കര മഴയാണ്. നമുക്ക് ഇതിനകത്ത് ഇവനെ ഇട്ട് ലോക്ക് ആക്കണം ഗൈസ്. ഭയങ്കര പ്രശ്നമാണ് ഇവനെ ഇട്ട് ലോക്ക് ആക്കുന്നത്. ഇവന്മാർ ചാടിക്കളിയും ഗൈസ്. മുഖം കാണും നമുക്ക് അതിനെ അടിക്കാൻ തോന്നത്തില്ല. ഞാൻ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് വെച്ച് സെറ്റാക്കിയിട്ട് ഞാൻ ഇപ്പോൾ താഴെ വീണതിനെ. ഓക്കെ, എന്നിട്ടൊന്ന് ക്രൗച്ച് ചെയ്തിട്ട് നമുക്ക് ആ സൈഡിൽ കൊണ്ടുവെക്കണം ഗൈസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സെറ്റാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടങ്ങ് വന്നാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ മണ്ടയ്ക്കും കൂടെ ബ്ലോക്ക് വെക്കണം. ഇതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട്
മണ്ടെങ്കിലും ബ്ലോക്ക് വെച്ച് അപ്പോൾ നമ്മൾ വൈൻഡപ്പ് അങ്ങ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. നാളെ രാവിലെ FC വരുന്നതായിരിക്കും ഗൈസ്. നിങ്ങളെല്ലാവരും FC ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. ഇല്ലെങ്കിൽ അല്ല ഞാൻ അറിയാൻ വേണ്ടേ, എനിക്കറിയാം CPM ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളത്, എന്നാലും ഞാൻ ഇടുക. നിങ്ങൾ കളിക്കുന്നവരാണെങ്കിൽ എനിക്ക് വേണമെന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഷീപ്പിനകത്ത് തള്ളിയിടണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ള ക്യാഷ് ഒക്കെ അയച്ചുതരാൻ നോക്കാം. എനിക്ക് എങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ പച്ച പിടിപ്പിച്ചെടുക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. കാരണം എത്ര ക്യാഷ് ഉണ്ടെങ്കിലും അയക്കുന്നതായിരിക്കും. പക്ഷേ 1 മില്യണിൽ കൂടുതൽ ആർക്കും തരുന്നതല്ലായിരിക്കും. ഇവിടുന്ന് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിക്കാണ്. ഇപ്പം ഒരു കുറച്ച് സെക്കൻഡ്സും കൂടെ ഉള്ളൂ നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ ഇവനെ നമ്മൾ ഇതിനകത്തിട്ട് പൂട്ടിട്ടുണ്ട് ഗൈസ്. ഇനി അവൻ ഇതിനകത്തൊന്നും പുറത്ത് പോകത്തില്ല. നമ്മളപ്പം ഇതിൽ നിന്ന് നമ്മൾ പുറത്ത് പോകത്തില്ല. ഇവൻ പുറത്ത് പോകത്തില്ല. അപ്പം അറിയാം എൻ്റെ വായിന്ന് പവളുക്കം താഴെ പോയി പെട്ടേ പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പോവാം. അപ്പം ഇവനെ നമുക്ക് ഇതിനകത്തൊരു ഷെയർ ചെയ്യണം, എന്നിട്ട് ബെഡ് ഉണ്ടാക്കണം. അപ്പം നമ്മളിപ്പോൾ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ്. ലാസ്റ്റിൽ ഇത് പറയുന്നതായിരിക്കും, ആരും ഒന്നും ആലോചിക്കരുത്. അപ്പം ഇതിൻ്റെ അടിയിൽ നിൽക്കാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് നോക്കുക, പൊട്ടിക്കുക. താങ്ക്സ് ഫോർ